ആകാശലോകത്ത് ജീവികളുണ്ടെന്ന് ഇപ്പോൾ സയന്റിസ്റ്റുകൾ പറയാം. ഒരു സയന്റിസ്റ്റിന് ഇച്ചിരി പ്രായം, ഒരു 80 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? വാട്ടർ എന്ന് തുടങ്ങുന്നൊരു പേരാ. അദ്ദേഹം സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഏലിയനെ കണ്ട ഒരു കഥ അദ്ദേഹം ഈ അടുത്ത് ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു. കുട്ടികളൊക്കെ വന്നു, ഏലിയൻ, ഈ മൂല്യരെന്തോ പറയാൻ പോകുന്നുണ്ടല്ലോ, ഏലിയൻ. കുട്ടികൾക്ക് വലിയ ചർച്ചയാണ് സ്കൂളിലൊക്കെ. ഏലിയൻ, എന്താണ് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ? സംഭവമുണ്ട്, നമ്മളത് മനസ്സിലാക്കും. ഒന്നുകിൽ അത് ജിന്നുകളായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മലക്കുകളായിരിക്കും. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പരിചയമില്ലാത്തതിനെ അർത്ഥമുള്ളൂ. ഏതെങ്കിലും ഒരു നാട്ടുകാരൻ ഇവിടെ വന്ന് നമുക്ക് ഹീസ് സം വാച്ച് ഏലിയൻ, നമുക്കറിയാത്തൊരു സാധനമാണ്, അത്രയും അർത്ഥമുള്ളൂ, നമുക്കറിയാത്തത്. ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു സംഭാഷണം ഞാൻ ഇപ്പോൾ അടുത്ത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി. വാട്ടർ എന്ന അവർക്ക് അങ്ങനെയാണല്ലോ, സ്റ്റോണും വാട്ടറും മൗണ്ടൻ അങ്ങനെയൊക്കെ പേരിടും, കല്ല് മണ്ണൊക്കെ. അപ്പോൾ അദ്ദേഹം നാസയുടെ സയൻറ്റിസ്റ്റാണ്, സ്പേസ് യാത്ര ഒരുപാട് ചെയ്ത ആളാണ്. അദ്ദേഹം ഹി എക്സ്പീരിയൻസസ് ഹിസ് എൻകൗണ്ടർ വിത്ത് ആൻ ഏലിയൻ. അയാൾ പറയാം, ഞാൻ എൻ്റെ ക്യാബിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഏലിയൻ വന്നിരുന്നത് ഞാൻ കണ്ടു. എനിക്ക് കാണുന്നുണ്ട് അയാളെ. അയാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനല്ല. അങ്ങനെ ഞാനും അയാളും തമ്മിൽ സംസാരമുണ്ടായി. അയാൾ ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് മറുപടി തന്നു. അതും പറയുന്നുണ്ട്, എവിടെയോ സ്പേസിൽ, പ്രപഞ്ചത്തിൻ്റെ അങ്ങ് ഉള്ളിലെവിടെയോ, ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്തുള്ളൊരു മണ്ഡലത്തിൽ. ഈ പറയുന്ന സയൻറ്റിസ്റ്റ് ഇത് പറയുമ്പോൾ 80 വയസ്സ് അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അയാൾ പറയാം, എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. പേരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു, പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്ക്, സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നമുക്ക് സൂര്യനോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം അതാണ് പ്രോക്സിമ സെഞ്ചുറി. പ്രോക്സിമ സെഞ്ചുറിക്ക് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അയാളോട്. മുഖം തരുന്നില്ല, പക്ഷെ അയാൾ മറുപടി തന്നു, ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങൾക്ക് ഈ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു. ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു. ഇതിൻ്റെ ഭാഗമല്ലേ, പക്ഷെ ഞാനത് ഒരു എൽമല്ലേ, ഇനിയിപ്പോൾ ഇത് അടുത്ത സ്ഥലത്ത് പറയാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാൻ മറക്കുന്നതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് മനസ്സിലാക്കുക. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശലോകങ്ങളെ പറഞ്ഞിടത്ത് ഖുർആൻ പറഞ്ഞു, ഭൂമിക്കും ആകാശങ്ങൾക്കും ഇടയിൽ ജീവജാലങ്ങളുണ്ട്, ദാബ്ബത്തുകളുണ്ട്. ജീവനുള്ള വസ്തുക്കൾക്ക് ദാബ്ബത്ത് എന്ന് പറയാം. അന്തരീക്ഷ ഭൂമി അതൊക്കെ പോട്ടെ, നമ്മുടെ മിൽക്കി വേക്കപ്പുറത്ത്, മറ്റു ഗാലക്സികളിൽ, നമ്മുടെ ഈ മിൽക്കി വേയുടെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും സ്റ്റാറുകളുടെ, പ്ലാനറ്റ്സിൻ്റെ അകത്ത് ഒക്കെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശലോകങ്ങളിലെ നക്ഷത്ര താര സമൂഹങ്ങൾക്കിടയിലൊക്കെ അള്ളാഹു വിതറി വെച്ച ജീവജാലങ്ങൾ ഖുർആൻ പറയാ. ചെറിയൊരു ആയത്താണത്. ഒരു ആയത്തിന്റെ വമാ ബസ്സ ഫീഹിമാ, ഈ ഹിമ എന്ന് പറഞ്ഞ ഒരു രണ്ടിനെ സൂചിപ്പിക്കുന്ന ലമീർ, ഡ്യുവൽ പ്രൊനൗൺ, ആ ഒരൊറ്റ 3 അക്ഷരം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. 3 അക്ഷരം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. ഫീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഭൂമിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്രേ അർത്ഥം വരുള്ളൂ. പക്ഷേ ഫീഹിമ, ഭൂമിയിൽ ജീവികളുള്ള പോലെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട്. ചിലതിനൊക്കെ ഏലി എന്ന് വിളിക്കേണ്ടി വരും, പിന്നെ ചിലതിനെ കോലി എന്ന് വിളിക്കേണ്ടി വരും, ഏതെങ്കിലും ജീലി എന്നോ പല പേരിട്ട് വിളിക്കേണ്ടി വരും. ഇനി പല കോലത്തിലും കാണാൻ തുടങ്ങും. ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഭയങ്കര പ്രസക്തമാണ്. അയാൾ സയന്റിസ്റ്റ് അല്ലേ? അയാൾ പറയും, നമ്മൾ ചൊവ്വ എത്ര അടുത്താന്നാ? 200 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന ലോകങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നാസ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ പഠനം. 200 ബില്യൺ പ്രകാശവർഷം. ഒരു പ്രകാശവർഷം തന്നെ എത്ര കോടി ട്രില്യൺ കിലോമീറ്റർ ആണെന്ന് പറയാൻ കഴിയും. എനിക്കറിയില്ല, അതിന് കണക്കുണ്ട്. അത്രയും കിലോമീറ്ററുകൾ, 200 ബില്യൺ വർഷങ്ങൾ കടന്നുപോയാൽ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഈ പ്രകാശം 200 ബില്യൺ കൊല്ലങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. അല്ലാഹു പറയാ, വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം,
അല്ല ഈ ചെയ്യുന്ന സത്യം ഒരു ഭയങ്കര സംഭവാട്ടോ, നിങ്ങൾക്ക് സയൻസ് അറിയുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ ഒരർത്ഥം അതാ, ലൗ തഅലമൂന ഇൽം. ഇൽം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നർത്ഥം. ലൗ തഅലമൂന അദീം. ഇറ്റ്സ് എ ഗ്രേറ്റ് oath, it's a great vow if you know the exact meaning of what it means. അള്ളാഹു പറയുന്ന ഈ ഒരു by the stations of the stars, നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിന് ഭയങ്കരമായ ക്യൂരിയോസിറ്റി. പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ഈ സൂര്യൻ്റെ അടുത്ത് കിടക്കുന്ന നക്ഷത്രത്തിലേക്ക് ഏലിയനോട് ചോദിച്ചാൽ നീ എത്ര പെട്ടെന്ന് എത്തുന്നു പറഞ്ഞു. നിങ്ങൾ ഈ കിലോമീറ്റർ വെച്ച് അപ്പോൾ എങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കൊല്ലം എടുക്കുന്നു? അപ്പോൾ ഇയാൾ എന്തോ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് ഇത്ര മില്യൺ കൊല്ലങ്ങൾ എടുക്കും അവിടേക്ക് എത്താൻ. ഇത്ര മില്യൺ, 1 മില്യൺ 10 ലക്ഷം, എത്രയോ മില്യൺ ലൈറ്റ് ഇയേഴ്സ് എടുക്കും ഞങ്ങൾക്ക് എത്താൻ. നടക്കൂല, നിനക്ക് എത്ര പെട്ടെന്ന്? അദ്ദേഹം ഒരു ക്യൂബ് ഉണ്ടല്ലോ നമ്മുടെ, അങ്ങനെ കുട്ടികൾ തിരിച്ചു കളിക്കുന്ന സാധനം, ആ ക്യൂബ് എന്തെന്ന് പറയല്ലേ, എന്ത് ക്യൂബാന്ന് പറയാം, റൂബിക് ക്യൂബ്. കളിക്കല്ലേ റൂബിക്സ് ക്യൂബ്. ഈ റൂബിക്സ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുമല്ലോ, അതിലിങ്ങനെ മാറ്റി തിരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കളറൊക്കെ ശരിക്കാക്കി. അതൊരു ടെക്നിക്കാണ്, ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്യും. എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്താലും അവരതങ്ങനെ നോർമലിലേക്ക് ആക്കി തരും. ആ റൂബിക്സ് ക്യൂബിനെ കുറിച്ചാണ് ഈ ഏലിയൻ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ എങ്ങനെയാ ഏലിയനും, അതൊരു ജിന്നായിരിക്കാം, ഒരു മലക്കായിരിക്കാം, അല്ലാഹു അലം, നമുക്കറിയില്ല. പക്ഷെ ഒരു ഏലിയനെ കണ്ടു, ഒരു സയൻറ്റിസ്റ്റ് പറയാണ്. ഇത് ഏതെങ്കിലും നമ്മളെപ്പോലത്തെ ആൾക്കാർ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സയൻറ്റിസ്റ്റ് പറഞ്ഞാൽ പിന്നെ അത് തെളിവാണല്ലോ. ചില ആൾക്കാർക്ക് ബുഖാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞ സയൻസാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഈ ഏലിയൻ എന്നോട് പറയാണ്, നിങ്ങൾ ഈ റുബിക്സ് ക്യൂബ് ഇങ്ങനെ തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന കോടിക്കണക്കിന് പ്രകാശപ്പുറത്തുള്ള ഈ സാധനം, നിങ്ങൾ മനുഷ്യർ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ടൈം ആൻഡ് സ്പേസിനെ ലിമിറ്റ് ചെയ്യും. ഞങ്ങൾ ഈ റുബിക്സ് ക്യൂബ് തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന സാധനത്തെ ഞങ്ങൾ അടുത്തേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞതിൻ്റെ മാന എനിക്കിതുവരെ മനസ്സിലായില്ല. എൻ്റെ സ്പേസ് യാത്രയിൽ ഒരുപാട് അത്ഭുതം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു ഏലിയനെ കണ്ടുമുട്ടിയതും അയാളുമായി സംസാരിച്ചതും, പ്രപഞ്ചത്തിൽ അവർ സഞ്ചരിക്കുന്ന ദൂരം മനുഷ്യനെ പോലെ അവർക്ക് ടൈം എടുക്കുന്നില്ല. നമുക്കറിയാലോ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മിൻ ഫൗഖി 7 സമാവാത്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് മദീനയിൽ വന്നു പോകുന്നത് ഒരു ദിവസം എത്രയോ തവണ ജിബ്രീൽ തങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ യാത്ര? ഈ ക്യൂബ് ഇങ്ങനെ തിരിക്കണ പോലെ ഞങ്ങൾക്ക് അത്രയേ വേണ്ടൂ, നിങ്ങൾ ഇങ്ങനെ പോവല്ലേ, ഞങ്ങൾ ആ സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നാണ് അയാൾ കൊടുത്ത മറുപടി. അതൊന്നും ജിബ്രീൽ തങ്ങളുടെ യാത്ര അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല. അവർക്ക് സമയമെടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഒക്കെ മനുഷ്യർക്കേ വേണ്ടൂ, ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങൾക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല. അവർക്കത് ഒരു പക്ഷേ മട്ടന്നൂർ അങ്ങാടി പോയി വരുന്ന ദൂരം ഉണ്ടാവുള്ളൂ, പാലോട്ട് പള്ളിയിൽ നിന്ന്, അത്രേ അവർക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കത് ദൂരമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത്, ജിന്നുകളും പിശാചുക്കളും ആകാശ ലോകത്ത് പോയി കട്ടുകെട്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഹബീബ് ജനിക്കുന്നത് വരെ. പുണ്യനബി ജനിച്ച അന്നു മുതൽ ആകാശ ലോകത്തേക്ക് അവർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു. അതാരുടെ ജനനം കൊണ്ടാണെന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു